ഹലോ ഫ്രണ്ട്സ്, മൈ ബറ്റാലിയൻ 69. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ ചെറുതുരുത്തി പാലത്തിൻ്റെ മുകളിലാണ്. ഭാരതപ്പുഴയാണ് നമുക്ക് താഴെ കൂടെ ഒഴുകുന്നത് കാണാം. ഇന്നലെ ഇതിയ വരുമ്പോൾ ഇവിടുത്തെ മണലടക്കം കണ്ടിരുന്ന പുഴയാണിത്. ഇന്ന് രാവിലെ ഇതാ നിറഞ്ഞൊഴുകയാണ്, രണ്ട് സൈഡ് നിറഞ്ഞ് ഒഴുകയാണ്. ഇവിടെ ഇതാ റോഡുണ്ട്, ഈ ഭാഗത്ത് എല്ലാം വെള്ളത്തിനടിയിലാണ് കേട്ടോ. ഇവിടെയെല്ലാം അതിശക്തമായ മഴയിൽ നമ്മുടെ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകയാണ്. അതുമാതിരി നമ്മുടെ പട്ടാമ്പി പാലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഭാരതപ്പുഴ കാണാൻ വരുന്നുണ്ട്. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകയാണ് കേട്ടോ. ഇവിടെ ഒരു പാർക്കുണ്ട്, അതിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ അതിഗംഭീരമായ കുത്തൊഴുക്കാണ് വെള്ളം. പഴയ പാലത്തിന്റെ തൂണുകളിൽ തട്ടിക്കൊണ്ട് ഭാരതപ്പുഴ തന്റെ രൗദ്രഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. ഒരുപാട് പേര് ഭാരതപ്പുഴ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും വണ്ടിയെല്ലാം നിർത്തി ഇവിടേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഭാരതപ്പുഴ കാണാൻ. നമ്മുടെ പഴയ പാലം ആ വെള്ളത്തിൻ്റെ കുത്തൊഴുകിനെ എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിഗംഭീരമായ കാഴ്ചയാണ് ഇവിടെ, അതിഗംഭീരമായ കാഴ്ച. ഒരുപാട് പേര് അവിടെ ദൂരെ നമുക്ക് കാണാം. നമ്മുടെ റെയിൽ കാണാം, റെയിൽ പാലം മുകളിൽ കാണാം ദൂരെ. ഒറ്റ രാത്രി കൊണ്ടാണ് നിറഞ്ഞത്, ഒറ്റ രാത്രി കൊണ്ട് നിറഞ്ഞ പുഴയാണിത്. തേങ്ങയൊക്കെ പോണുണ്ടല്ലോ. ഈ ശക്തമായ കുത്തൊഴുക്കിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പഴയ കൊച്ചിൻ ബ്രിഡ്ജ് നിൽക്കുന്നത്. തോൽക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴയ കൊച്ചിൻ ബ്രിഡ്ജ് പൂർവാധികം ശക്തിയോടുകൂടി ഈ കുത്തൊഴുക്കിനെ ചെറുത്തു നിൽക്കുകയാണ്. ദൂരെ നമുക്ക് ട്രെയിനിൻ്റെ ബ്രിഡ്ജാണ് കാണുന്നത്, റെയിൽവേയുടെ പാലം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അവിടെ വീടുകളൊക്കെ കാണാം. അവിടേക്കുള്ള വഴിയെല്ലാം വെള്ളത്തിലാണ്. ഇനി അവിടേക്കൊന്നും പോകാൻ പറ്റില്ല, വെള്ളം ഇറങ്ങാതെ ആ വഴിക്കൊന്നും പോകാൻ പറ്റില്ല. എല്ലാം വെള്ളം കയറി മൂടിയിരിക്കുന്നു. വെള്ളത്തിലൂടെ ഏറ്റവും കൂടുതൽ ഒഴുകി വരുന്ന തേങ്ങയാണ്. ഒരുപാട് തേങ്ങ,
എല്ലാം കൂടി പെറുക്കി കൂട്ടിയ ഒരു ലോറിക്കുള്ള സാധനമുണ്ട്. എത്രയാണ് വരുന്നത്? ഏകദേശം 2 കരയും കവിഞ്ഞിട്ടാണ് ഇപ്പോൾ ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇവിടെ അടുത്തുള്ള പല വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസം കൂടി മഴ ഇതുമാതിരി പെയ്യുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ വേറൊരു മുഖം നമുക്ക് കാണേണ്ടി വരും. ഇതിലും ഭയാനകമായ ഒരു മുഖം തന്നെ നമുക്കിനി കാണേണ്ടി വരും മഴ നിന്നിട്ടില്ലെങ്കിൽ. ഷൊർണൂർ നഗരസഭയുടെ ഓപ്പൺ ജിമ്മാണ്. വെള്ളത്തിൻ്റെ അടിയിലാണ് ഇനി അത്. മഴ ഇനിയും പെയ്യുകയാണെങ്കിൽ ഇനിയും വെള്ളം ഇവിടെ കയറിക്കൊണ്ടേയിരിക്കും ഈ ഭാഗത്തൊക്കെ. തൊട്ടടുത്ത നമുക്ക് റോഡ് കാണാം. റോഡൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിൽക്കണിപ്പോൾ റോഡിലാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് പോകുന്നതാ നമുക്ക് കാണാം. ആ തൂണിൻ്റെ അടിയിൽ കൂടെയാണ് ആ റോഡ് പോകുന്നത് കേട്ടോ. റോഡ് പാലത്തിനെ ക്രോസ് ചെയ്ത് പോവും. പക്ഷേ റോഡുമില്ല, ഒന്നുമില്ല, പുഴ മാത്രം. ആ റോഡ് അങ്ങനെ പോയി നമുക്ക് അപ്പുറത്തൊരു ബോർഡ് കാണാം നീല കളറിൽ. അതിനാണ് ആ റോഡ് പോകുന്നത്. ആ റോഡെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. പുഴയിൽ നിന്ന് കയറിയ വെള്ളമാണ്. ഇത്രയും വെള്ളം ഇവിടെയെല്ലാം സൈഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇത് പീച്ചി ഡാമാണ്, തൃശ്ശൂരിനടുത്തുള്ള. ആ ഡാം തുറന്നപ്പോഴുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കാണത്. ആ തോട് മുഴുവൻ, ആ ഡാമിലെ വെള്ളം പോകുന്ന ആ വലിയ വീതിയുള്ള കനാൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. തിരയടിച്ചുകൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം കോസ്വേ ആണ്. ഇത് ഹൈറ്റ് കമ്മിയായത് കാരണം വെള്ളം അങ്ങനെ പാലം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓട്ടുപാറ സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണിത്. ഓട്ടുപാറ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലത്തെ പഴയ കൊച്ചിപ്പാലം ഷൊർണൂർ ചെറുതുരുത്തിക്കിടയിലുള്ള ഒരു ഭാഗം അങ്ങനെ തകർന്ന് വീഴുകയാണ്. കുളപ്പുള്ളി ഒറ്റപ്പാലം റോഡിലെ കൂനത്തറ റോഡെല്ലാം വെള്ളത്തിനടിയിലാണ്.